2024 എന്ന വർഷത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൊണ്ട് വന്നിട്ട് മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു മാസ് മെഡിക്കൽ പ്രകടനം കാഴ്ചവെച്ച അതുല്യനായ നടനായ നമ്മുടെ മമ്മൂട്ടി. കാരണം 2024 എന്ന വർഷത്തിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളിൽ ഇതിനു മേലെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ചിത്രം 2024 എന്ന വർഷത്തിൽ ഒരു സിനിമ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്, കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കൊടുമൺ പോറ്റിയായിട്ട് അഭിനയിക്കുകയും വേണം, അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ചാത്തനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരികയും ചെയ്യണം. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച മലയാള സിനിമയിൽ മമ്മൂട്ടിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാവണം അതിന്റെ ഡയറക്ടർ പോലും പറഞ്ഞത് മമ്മൂട്ടി ഇല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഞാനത് ഒഴിവാക്കുമായിരുന്നു എന്നുള്ളതാണ്. കാരണം വേറൊരാളിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത് മമ്മൂട്ടി മാസ്മരികമായി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മമ്മൂട്ടി എന്ന നടൻ കുടുംബം പോറ്റിയായിട്ടുള്ള ആ ഒരു പരകായ പ്രവേശനം അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പോറ്റിയായിട്ട് അഭിനയിക്കുകയും വേണം, ഉള്ളിലുള്ള ചാത്തിന് ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരികയും ചെയ്യണം. എന്നാലോ ഈ രണ്ട് പ്രവർത്തനങ്ങളും കാണുന്ന ഓഡിയൻസിന് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവാനും സാധിക്കരുത്. ആ ഒരു തരത്തിലാണ്. പക്ഷെ അത് അത്ര മനോഹരമായിട്ടാണ് നമുക്കത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് സ്ക്രീനിൽ. നമുക്ക് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ മമ്മൂട്ടി എന്ന നടന്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച, ആ ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുമൺ പോറ്റി എന്ന മനുഷ്യനല്ല ആ ഒരു രൂപം ചാത്തന്റെ ആണെന്ന് തിരിച്ചറിയപ്പെടുന്ന ആ ഒരു നിമിഷമുണ്ട്. അതായത് ആ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ആ ഒരു സമയം. ആ ഒരു സമയത്തിന് ശേഷം സ്ക്രീനിൽ കണ്ടത് മലയാള സിനിമയിൽ തന്നെ ഓൾ ടൈം ബെസ്റ്റ് പെർഫോമൻസുകൾ ഒന്ന് തന്നെയായിരുന്നു. അതും മമ്മൂട്ടിയുടെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒരു ആൾ ഓരോരുത്തർക്കും അത് വളരെയധികം ഗൂസ് ബംപ്സ് കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അത്രയ്ക്കും കിടിലനായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു പ്രമേയം.